Hello friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസ്പയർഡ് കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായി ഹിറ്റായ ഷെഫ് പിള്ളയുടെ നിർവാണയുടെ റെസിപ്പി അഥവാ തേങ്ങാപ്പാലിൽ മീൻ പൊള്ളിച്ചതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആവോലിയാണ്, പോംഫ്രെറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മീനിലോട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. അതിനുശേഷം ഒരു 1/2-3/4 മണിക്കൂർ നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ആവാൻ വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് ആയാലും വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച മീൻ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 വശം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു മൺചട്ടി എടുത്ത് അതിലോട്ട് 2 വാഴയില എടുത്ത് നന്നായിട്ട് 2 വശം നന്നായിട്ട് വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ മീൻ അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ചും കൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് കുറച്ച് ചതച്ച് വെച്ച് ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ ചതച്ച് വെച്ച് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമാങ്ങ, ചെറുതാക്കി അരിഞ്ഞ പച്ചമാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് 2-3 ചുവന്ന മുളക് അല്ലെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് അതൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നല്ല അടിപൊളി ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.